മണ്ഡല പുനർനിർണയ ബില്ലും വനിതാ സംവരണ ഭേദഗതി ബില്ലും ലോക്സഭയിൽ ഒന്നിച്ച് പാസാക്കിയെടുക്കുന്നതിനായി 3 ദിവസത്തെ പ്രത്യേക സമ്മേളനം ചേരാൻ കേന്ദ്ര സർക്കാർ നീക്കം. ഓഗസ്റ്റ് 16, 17, 18 തീയതികളിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നത്. നിലവിലെ മൺസൂൺ സമ്മേളനം ഓഗസ്റ്റ് 13 അവസാനിച്ചാലും സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാതെ തൊട്ടടുത്ത ദിവസങ്ങളിൽ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനം ചേരാനുള്ള നിർദ്ദേശം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് മുന്നിൽ സർക്കാർ വെച്ചതായി റിപ്പോർട്ടുകളുണ്ട്. വിഷയം പാർട്ടിയിലും മറ്റ് പ്രതിപക്ഷ കക്ഷികളുമായും ചർച്ച ചെയ്ത ശേഷം മറുപടി നൽകാമെന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കുന്നതിന് ആവശ്യമായ 2/3 ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കേന്ദ്രം. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ചേർന്ന ബജറ്റ് സമ്മേളനത്തിൽ ഈ ബില്ലുകൾ അവതരിപ്പിച്ചിരുന്നുവെങ്കിലും 2/3 ഭൂരിപക്ഷം നേടാനാവാതെ ലോക്സഭയിൽ പരാജയപ്പെടുകയായിരുന്നു. അന്ന് സഭയിൽ ഹാജരായിരുന്ന 528 എംപിമാരിൽ 298 പേർ ബില്ലിനെ അനുകൂലിച്ചും 230 പേർ എതിർത്തും വോട്ട് ചെയ്തതോടെയാണ് 54 വോട്ടിന്റെ കുറവിൽ ബിൽ പരാജയപ്പെട്ടത്. എന്നാൽ പിന്നീട് പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിന് ശേഷം തൃണമൂൽ കോൺഗ്രസ്, ഉദ്ധവ് താക്കറെയുടെ ശിവസേന വിഭാഗം എന്നിവയിലെ എംപിമാർക്കിടയിലുണ്ടായ കൂറുമാറ്റങ്ങളും തങ്ങൾക്കൊപ്പം ചേർന്ന വിമത എംപിമാരും NDAയുടെ നില ശക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യ സഖ്യത്തിലുള്ള DMK കോൺഗ്രസുമായി അകന്നതും BJPക്ക് ആത്മവിശ്വാസം നൽകുന്നു. ലോക്സഭയിൽ 360 എംപിമാരുടെയും രാജ്യസഭയിൽ 164 എംപിമാരുടെയും ഭൂരിപക്ഷം വേണ്ട സ്ഥാനത്ത് ആ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചെന്നാണ് NDAയുടെ വിലയിരുത്തൽ. സഭയിലെ സ്തംഭനാവസ്ഥ ലഘൂകരിക്കുന്നതിനും കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പാക്കുന്നതിനുമായി പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹത്തിന്റെ പാർലമെന്റ് ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ 10 ദിവസത്തിനിടെ ഇത് 2ാം തവണയാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്നത്. എന്നാൽ ജൂലൈ 20-ന് CJP പ്രതിഷേധക്കാർക്കെതിരെയുണ്ടായ പോലീസ് നടപടിയിലും അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് ആരോപണത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിൽ പ്രതികരിക്കാതെ ചർച്ചകളുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റിജിജു ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ചർച്ചകൾ നടത്തി. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിപക്ഷ നേതാക്കളുമായും വിഷയം ചർച്ച ചെയ്യാൻ റിജിജു തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ജൂലൈ 20-ന് മൺസൂൺ സമ്മേളനം ആരംഭിച്ചതു മുതൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ കാരണം ലോക്സഭയിൽ ചോദ്യോത്തരം തടസ്സപ്പെടുകയും പല ബില്ലുകളും ചർച്ച കൂടാതെ പാസാക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. സഭയ്ക്കകത്തും പുറത്തുമുള്ള മുദ്രാവാക്യം വിളികളും പ്ലക്കാർഡ് ഉയർത്തിയുള്ള പ്രതിഷേധങ്ങളും സഭയുടെ ഗൗരവത്തെയും അന്തസ്സിനെയും ബാധിക്കുന്നുണ്ടെന്ന് സ്പീക്കർ ഓം ബിർള അംഗങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു.